ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലമറിയാനുള്ള മുൾമുനയിലാണ്. മുന്നണികളൊക്കെ വലിയ ആശങ്കയിലുമാണ് നിൽക്കുന്നത്. ചില മുന്നണികൾക്ക് ഒരു വല്ലാത്ത അങ്കലാപ്പുമുണ്ട്. ഇക്കുറി BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവും എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ എല്ലാ ഇടങ്ങളെ കുറിച്ചും ഓരോ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട അത്തരത്തിൽ പ്രവചിക്കാറുണ്ട് താങ്കൾ. എങ്ങനെ കാണുന്നു ഇതിനെ? ഈ തെരഞ്ഞെടുപ്പില് BJPക്കും UDFനും മുന്നേറ്റം ഉണ്ടാവും, LDF പുറകോട്ട് പോകും. എൻ്റെ പ്രവചനം അനുസരിച്ച് 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും. 2 കോർപ്പറേഷനിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. ഭൂരിപക്ഷം കിട്ടാത്തത് തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകളാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും തൂക്കുസഭയിലേക്ക്. അതെ, തൂക്കുസഭയായിരിക്കും. പിന്നെ UDFന് കിട്ടുന്നത് കൊച്ചി, കണ്ണൂർ കോർപ്പറേഷനുകൾ. നിലവിൽ കണ്ണൂരുണ്ട്. അതിന് പുറമെ അവർക്ക് കൊച്ചിയുടെ കിട്ടും. പിന്നെ LDFന് കിട്ടുന്നത് കൊല്ലം, കോഴിക്കോട്. അത് അവരുടെ കയ്യിലിരുന്നതാണ്, അതവർക്ക് തന്നെ കിട്ടും. അവരുടെ കയ്യിലിരുന്ന 3 കോർപ്പറേഷൻ നഷ്ടപ്പെടും. 5 ഉണ്ടായിരുന്നത് 2 ചുരുങ്ങും. UDFന് 1 ഉണ്ടായിരുന്നത് 2 കൂടും. പിന്നെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJPക്കും LDFനും 36 മുതൽ 40 വരെ സീറ്റുകളിൽ അവർ വിജയിക്കും. അവരേകദേശം ഒരുപോലെ വരും. UDFന് 20 മുതൽ 25 സീറ്റുകൾ വരെ കിട്ടും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 മുതൽ 25 വരെ. അവർക്ക് നേരത്തെ 10 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് വർദ്ധിച്ച് 20 മുതൽ 25 വരെ എത്തും. അപ്പോൾ LDFന് 52 സീറ്റ് ഉണ്ടായിരുന്ന ഏകദേശം 15 സീറ്റ് കുറയും, 36-40 റേഞ്ചിൽ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ആർക്കും ഭൂരിപക്ഷമില്ല. അതിൽ UDFൻ്റെ സഹായത്തോടെ LDF ഭരിക്കാനാണ് സാധ്യത. തൃശ്ശൂർ നേരെ മറിച്ചും. അതായത് തൃശ്ശൂർ UDFന് 20 മുതൽ 25 സീറ്റ് വരെ കിട്ടും, BJPക്ക് ഒരു 16 മുതൽ 20 വരെ, LDFന് ഒരു 12 മുതൽ 16 വരെ. അവിടെ ആകെ 56 വാർഡുള്ളത്. അപ്പോൾ 29 വാർഡുണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റത്തുള്ളൂ. 29 സമനിലയിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ തവണയാണെങ്കിൽ ഒരു റിബലിൻ്റെ സഹായത്തോടെയാണ് LDF ഭരിക്കുന്നത്. ഇപ്പോൾ അതിലും മോശപ്പെട്ട അവസ്ഥയാണ്. അതായത് ഒരു 29 സീറ്റ് വേണ്ടിടത്ത് UDFന് 20 മുതൽ 25 വരെ കിട്ടുന്നുള്ളൂ. ഭൂരിപക്ഷം തയ്ക്കാൻ പറ്റുന്നില്ല. BJPക്കും പറ്റുന്നില്ല, അവർക്ക് 16 മുതൽ 20 വരെയാണ്. മറ്റേ LDF ആണ് 12 മുതൽ 16 വരെ. അപ്പോൾ അവിടെ ഒറ്റയ്ക്കുള്ള വലിയ മുന്നണി UDF ആയതുകൊണ്ട് അവർക്ക് ഭരിക്കാൻ പറ്റും. ഇവിടെ LDFും ഭരിക്കും തിരുവനന്തപുരത്തെ. അപ്പോൾ LDFന് വലിയ തിരിച്ചടി മൊത്തത്തിലുണ്ടാവും. ഞാൻ നേരത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ 11 സ്ഥലത്ത് LDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 14 3 സ്ഥലത്തെ UDF ഉള്ളൂ. ആ 14 എന്നുള്ളത് 11 എന്നുള്ളത് ഇപ്പോൾ അവർ 6 ചുരുങ്ങും. UDF 3 കിടന്നിടത്ത് 7 വരും. LDFൻ്റെ സഹായത്തോടെ UDF ഭരിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ. തിരുവനന്തപുരത്ത് തിരിച്ചും, അതായത് UDF സഹായത്തോടെ LDF ഭരിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 UDFനും 6 LDFനും കിട്ടും. ഒരിടത്ത് ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. അത് കാസർഗോഡാണ്. കാസർഗോഡ് 2 മുന്നണികൾക്കും 3 മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. അവിടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെ 18 വാർഡാണുള്ളത്. അതിൽ UDFനും LDFനും 7-8 സീറ്റുകൾ കിട്ടും. BJPക്ക് 2 മുതൽ 3 വരെ. അവിടെ 18 വാർഡുള്ളപ്പം പകുതി 9ആണ്. 10 വാർഡിൽ ജയിച്ചാലേ ഭരണം കിട്ടുകയുള്ളൂ. 10 വാർഡ് ആർക്കും ഇല്ല. BJPക്ക് 2 മുതൽ 3 വരെ, മറ്റവർക്ക് 7 മുതൽ 8 വരെ. അവിടെ LDFന് 7 കിട്ടിയാൽ UDFന് 8 കിട്ടും, UDFന് 8 കിട്ടിയാൽ LDFന് 7. അവിടെ ഈ 8 സീറ്റ് കിട്ടുന്നവർക്ക് ഭരണം കിട്ടും. ഈ മുനിസിപ്പാലിറ്റികളിൽ ആകെ 86 മുനിസിപ്പാലിറ്റികളിൽ 45 മുതൽ 50 വരെ സ്ഥലങ്ങളിൽ UDFന് ഭൂരിപക്ഷം കിട്ടും. 30 മുതൽ 35 വരെ
LDF, 5 മുതൽ 8 വരെ BJP. അപ്പം നില മെച്ചപ്പെടുത്തും. നില 2 മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ. ഇവിടങ്ങളിലെല്ലാം ഈ ഭരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതല്ല, ഒറ്റയ്ക്ക് വലിയ മുന്നണിയായിരിക്കും ഈ പറഞ്ഞ എല്ലാ കേസിലും. BJPക്ക് UDFന് 45 മുതൽ 50 വരെ പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നത് ഒരു 35 മുനിസിപ്പാലിറ്റി. ബാക്കി 10 മുതൽ 15 വരെ ഉള്ളത് ഒറ്റയ്ക്ക് വലിയ മുന്നണിയായിരിക്കും. അപ്പോൾ അവർക്ക് അധികാരത്തിൽ വരാം സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ. LDFിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവർക്ക് 30-35 എന്ന് പറഞ്ഞാലും ഒരു 25 മുനിസിപ്പാലിറ്റികളിലെ ഭൂരിപക്ഷം കാണുകയുള്ളൂ. ബാക്കിയുള്ളിടത്ത് ഒറ്റയ്ക്ക് വലിയ കക്ഷിയായി, ഒറ്റയ്ക്ക് വലിയ മുന്നണിയായിരിക്കും. അവർ സ്വതന്ത്രരുടെ സഹായത്തോടെ ഇത് ഭരിക്കാം. BJPക്ക് ഞാൻ 5 മുതൽ 8 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു 3 മുനിസിപ്പാലിറ്റിയിലേ അവർക്ക് ഭൂരിപക്ഷം കിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്ത് ഒറ്റയ്ക്ക് വലിയ കക്ഷി എന്നുള്ളത്. BJPക്ക് ഭരണം കിട്ടാൻ സാധ്യതയുള്ള ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി, പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി, പിന്നെ കൊടുങ്ങല്ലൂർ സാധ്യതയുണ്ട്. സാധ്യത ഏതെല്ലാം പറയുന്നത്, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തറ, പിന്നെ ആറ്റിങ്ങൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, വർക്കല, പിന്നെ കായംകുളം, മാവേലിക്കര, ഇതൊക്കെ സാധ്യതയാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 5 മുതൽ 8 വരെ. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് 23 സ്ഥലത്തേ ഇപ്പോൾ ഭരണമുള്ളൂ. അത് 45 മുതൽ 55 വരെ ആവും, ഇരട്ടിയാവും. വർധന ഉണ്ടാക്കും. വർധന ഉറപ്പായിട്ട്. ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് 2 മെമ്പർമാരേ ഉള്ളൂ കേരളത്തിലാകെ. കാസർഗോഡ് നിന്ന് 2 പേര്. ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് വലിയ കയറ്റം ഉണ്ടാവും. 2 സീറ്റ് കിടന്ന് ഇപ്പോൾ 7 മുതൽ 8 വരെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ 1 അല്ലെങ്കിൽ 2 സീറ്റ് ജയിക്കും ജില്ലാ പഞ്ചായത്ത്. ഒന്ന് കല്ലുവാതുക്കൽ വാർഡ് BJP ഉറപ്പായിട്ടുണ്ട്. കല്ലുവാതുക്കൽ മണിച്ചൻ കേസിൽ. പിന്നെ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്, പേര് ഞാൻ പെരുന്നാടെന്ന് പറഞ്ഞാൽ, കൊല്ലം പെരുന്നാട്. അവിടെ BJPക്ക് സാധ്യതയുണ്ട്. BJP ജയിച്ചില്ലെങ്കിൽ LDF ആയിരിക്കും, UDF വരത്തില്ല. സമീപമുള്ള അത് തന്നെ. പിന്നെ ആലപ്പുഴ ജില്ലയിൽ 2 ജില്ല. ആലപ്പുഴ BJPക്ക് നോട്ടമുള്ള ഇടമാണ്. കാരണം ലോക്സഭയിൽ വലിയൊരു ആലപ്പുഴ ജില്ലയിൽ 2 ജയിക്കാൻ സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്തിൽ. ഒന്ന് ചെന്നിത്തല വാർഡ്, 2 കൃഷ്ണപുരം, കായംകുളത്ത്. ഇത് 2 BJPക്ക് ജയിക്കാൻ സാധ്യത ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പൊ BJP നല്ല പ്രകടനം കാഴ്ചവെക്കും, അത് ഉറപ്പാണ്. LDFന് അതിശക്തമായ പുറകോട്ട് വരും. പക്ഷെ എന്ന് വരികിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഏകദേശം പകുതി അവർക്ക് കിട്ടും. അവിടെ ആയിരിക്കും വലിയ മുന്നണി. UDFന് മെച്ചപ്പെടുത്തും. അവർക്ക് 300 പഞ്ചായത്തേ ഉണ്ടായിരുന്നു, അത് 400-ലധികം വലിയ പുരോഗതിയല്ലേ. മറ്റവർക്ക് 600 കിടന്നത്. അവർക്ക് 2026 ഭരണത്തിലേക്ക് അടുക്കാനുള്ള ശുഭസൂചകമായിട്ടുള്ള. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ പ്രവചനം എങ്ങനെ വരുമെന്നറിയാൻ വേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.